ഹലോ, ഇന്ന് നമുക്ക് കേക്ക് ഉണ്ടാക്കിയാലോ? നമ്മളാരും പ്രതീക്ഷിക്കാതെ പെട്ടെന്നൊന്നും ഉണ്ടാക്കാതെ കേക്കാട്ടോ. നമ്മുടെ വീട്ടിലുള്ള ചെറുപഴം ഉപയോഗിച്ചുള്ള കേക്കാട്ടോ. വീട്ടിൽ ഒരുപാട് ചെറുപഴം ഉണ്ടായിരുന്നു. അപ്പോൾ തോന്നിയ ഒരു ഐഡിയ, നമുക്ക് കേക്ക് ഉണ്ടാക്കാമല്ലോ എന്നിട്ടോ. ഞാനൊരു 10 ചെറുപഴം എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് പഴമൊക്കെ ഉണ്ടെങ്കിൽ വേസ്റ്റൊക്കെ ഉണ്ട്, ഇതുപോലെ കേക്കൊക്കെ ഉണ്ടാക്കി നോക്കൊണ്ടു. അങ്ങനെ 10 പഴം ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് 10 പഴം വേണമെന്നൊന്നുമില്ല കേട്ടോ, പകുതി എടുത്തിട്ട് എല്ലാ ഐറ്റംസും പകുതിയാക്കി എടുത്താൽ മതി. ഞാൻ 10 പഴം എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ ഇതുപോലെ പഴം കട്ട് ചെയ്തിടുന്നത് നമ്മൾ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്ത് കേട്ടോ, ഇനി റൗണ്ടിൽ തന്നെ കട്ട് ചെയ്യുന്നൊന്നുമില്ല. അങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ എല്ലാം തന്നെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ഐറ്റം ചേർക്കുന്നതെന്ന് വെച്ചാൽ പഞ്ചസാരയാണ്. മധുരത്തിന് ആവശ്യമായ 3/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ. 250 ml കപ്പിൽ 3/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട്. കൃത്യം 1/2 കപ്പ് തന്നെ ആവശ്യമുള്ളൂ, അധികം ചേർക്കണ്ട. പിന്നെ ഇതിലേക്ക് തൈര് 1/4 കപ്പ് തൈര് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചേർക്കുമ്പോഴുള്ളൂ അതിൻ്റെ ഒരു ഒറിജിനൽ ടേസ്റ്റ്. ഇനി ഇത് നന്നായിട്ട്, വെള്ളം ചേർക്കരുത്, നമ്മൾ ഓയിലും പഞ്ചസാരയും തൈരും നന്നായിട്ട് അരച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നന്നായി അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. കഷ്ണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഒരു 2-3 മിനിറ്റ് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി. പഴമാകുമ്പോൾ പെട്ടെന്ന് അരിഞ്ഞിടും. അങ്ങനെ ഇത് അരച്ചെടുത്ത് മിക്സ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ മൈദ ചേർക്കാം. മൈദ ചേർക്കില്ല, മൈദ അരിച്ചെടുക്കാം. ഒരു അരിപ്പ വെച്ചിട്ട് നമുക്ക് വേറെ പാത്രത്തിലേക്ക് 1/2 കപ്പ് മൈദയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി 2-3 പ്രാവശ്യം നന്നായി അരിച്ചെടുത്താൽ വളരെ നന്നായിരിക്കും. ഈ അരിച്ചെടുക്കൽ നിർബന്ധമാണ്, കാരണം അതിനകത്ത് എന്തെങ്കിലും വേസ്റ്റ് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകുമെന്ന്. രണ്ടാമത് കാരണം എല്ലാം ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാം ഒന്നിച്ച് മിക്സ് ആവണമെങ്കിൽ ഇതേപോലെ അരിച്ചെടുത്തേ മതിയാവും. എന്നിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പഴം മിക്സില്ലേ, അതിലേക്ക് ഇത് കുറച്ച് ഇട്ടിട്ട് ചേർത്ത് കൊടുക്കുക. ഒരുപാട് എല്ലാം കൂടി ഒന്നിച്ച് ഇട്ട് കൊടുക്കരുത്, അപ്പോൾ അത് ശരിയാവില്ല. കുറച്ച് ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ അടുത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഒന്നിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ കട്ട പിടിച്ച് പോകും കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യം കുറച്ച് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഞാൻ 2-3 പ്രാവശ്യമായിട്ടാണ് ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എത്രത്തോളം പതുക്കെ ചേർത്ത് കൊടുത്താൽ മതി. ആ ഇളക്കുന്നതിന് ഇടയിൽ ഒരു തിക്ക് പോലെ വരുന്ന സമയത്ത് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പാല് ചേർക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് നേരെടുത്ത പാൽ ചേർക്കരുത്, ചെറിയ ചൂടോടുള്ള പാൽ ചേർക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ അവസാനമായിട്ട് 2 കോഴിമുട്ട നന്നായി മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഇതെല്ലാതും കൂടി ആകുമ്പോൾ നമുക്ക് ശരിക്ക് ഒരു ലൂസുള്ള കറക്റ്റ് ഒരു ബാറ്റർ കിട്ടും. വെള്ളം ചേർത്ത് കൊടുക്കരുത്. പാലില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പാലിന് പകരമായിട്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ, പാലില്ലെങ്കിൽ മാത്രം. അങ്ങനെ നമ്മൾ കേക്ക് ഏതിലാണ് ബേക്ക് ചെയ്യുന്ന ടിന്നിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതില്ലെങ്കിൽ ബട്ടർ പേപ്പർ ഒഴിച്ചാൽ മതി, അതില്ലെങ്കിൽ ഇത് ചെയ്താൽ മതി. പിന്നെ കുറച്ച് മൈദപ്പൊടി ഇങ്ങനെ തൂക്കി കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്ക് ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഒരു 3/4 ഭാഗത്തോളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാനിത് ബേക്ക് ചെയ്യാൻ പോകുന്നത് എയർ ഫ്രൈയിലാണ്. എയർ ഫ്രൈയിൽ ചെയ്യാൻ ഒരു നിർബന്ധമില്ല. നിങ്ങൾ അതിനേക്കാൾ ശരിക്കും ബെറ്റർ ആവുന്നത് നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ, കുക്കറിലോ അല്ലെങ്കിൽ നമ്മൾ ചെമ്പിലൊക്കെ വെക്കില്ല, അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. എയർ ഫ്രൈയിൽ ഞാൻ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബേക്ക് എന്ന് പറഞ്ഞാൽ ബട്ടൺ ഉണ്ടാവും, അത് അമർത്തി കൊടുക്കുക. അപ്പോൾ അതിനകത്തുള്ള സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എത്ര സെൽഷ്യസ് ഡിഗ്രി എന്നുള്ളത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. പിന്നെ ആദ്യം പ്രീ ഹീറ്റ് വരും. പ്രീ ഹീറ്റ് നമ്മൾ ആഡ് ഫുഡ് വരുന്ന സമയത്ത് നമ്മൾ ഈ ബാറ്റർ നമ്മുടെ ബേക്കിന്ന് അതിലേക്ക് വെച്ച് കൊടുത്താൽ മതി. പിന്നെ പകുതി സമയമാകുമ്പോൾ അത് തിരിച്ചിട്ട് കൊടുക്കാൻ പറയും. ആ സമയത്ത് നമ്മൾ ബേക്കായിട്ടുള്ളത് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. പകുതി സമയം 25 മിനിറ്റ് ആണെങ്കിൽ അതിന് പകുതി സമയമാകുമ്പോൾ അവർ ഫുഡ് തിരിച്ചിടാൻ പറയും. അങ്ങനെ പകുതി സമയമായപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ഇങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഒരു 9 മിനിറ്റ് ബാക്കി വയ്ക്കുന്ന സമയത്ത് ഞാൻ തുറന്ന് നോക്കി. അപ്പോൾ നമ്മുടെ കേക്ക് ഏകദേശം ഈ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി താഴ്ഭാഗം ഇക്കാരം അതിന് വേവാൻ ബാക്കിയുണ്ടാവും, അതുകൊണ്ടാണ് അവർ ടേൺ ചെയ്യാൻ പറയുന്നത് ഫുഡ്. ഇതായിരുന്നു കേക്ക് എടുത്തിട്ട് നമ്മൾ ആ ടിന്നിൽ തന്നെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. അങ്ങനെ തിരിച്ചിട്ടു 25 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി, വളരെ എളുപ്പമാണ് കേട്ടോ. എയർ ഫ്രയർ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. കുക്കറിൽ ഉണ്ടാക്കി നോക്കിയാൽ മതി. കുക്കറിൽ ഉണ്ടാക്കുന്ന സമയത്ത് വിസിൽ മാറ്റാൻ മറക്കരുത്. സാധാരണ ചെമ്പിൽ ഉണ്ടാക്കിയാലും മതിരിഞ്ഞിപ്പോൾ കുക്കർ തന്നെ ഉണ്ടാക്കണമെന്നില്ല. പിന്നെ അതുപോലെ കുക്കറിൽ ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് കുക്കർ 2-3 മിനിറ്റ് ചൂടായതിന് ശേഷം മാത്രം നമ്മുടെ ബാറ്റർ വെക്കുക. അതിന് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്താൽ മതി. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കി നോക്കാവുന്ന ഒരു ഐറ്റമാണ്. നമ്മുടെ വീട്ടിൽ ചെറുപഴമൊക്കെ വേസ്റ്റ് ഉണ്ടെങ്കിൽ ഒട്ടും കളയണ്ട. അതുകൊണ്ട് കേക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അങ്ങനെ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്